ഞാനിപ്പോൾ നിൽക്കുന്നത് മൂന്നാറാണ്. ഇത് ഞാൻ കാണിച്ചു തരാം. ഇതൊരു മല ഉരുള് പൊട്ടിയതാണ്. ഉരുള് പൊട്ടിയവരെല്ലാം മണ്ണിടിഞ്ഞ് പോയതാണ്. ഈ ഫോൺ അത്ര ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ടാണ്. ഞങ്ങൾ താമസിച്ച സ്ഥലത്തിൻ്റെ മുകളിലുള്ള അതിന് മുകളിലുള്ള മലയുടെ മണ്ടയിലെ ചെരുവിലിരിക്കുന്ന ഒരു കെട്ടിടമാണ്. ഗ്യാപ്പ് റോഡിന് സൈഡിൽ ഇരിക്കുന്ന ഒരു കെട്ടിടം. ആ കെട്ടിടം കഴിഞ്ഞാണ് രണ്ടാമത്തെ കെട്ടിടം. ആ കെട്ടിടം കഴിഞ്ഞ് മൂന്നാമത്തെ കെട്ടിടവും ഇപ്പം ഞാൻ താമസിക്കുന്ന ഈ കെട്ടിടവും കൊണ്ട് ഇതിൻ്റെ അടിയൊന്ന് കാണിച്ചു തരാവേ. ഇതിൻ്റെ അടിയും കാണിച്ചു തരാം. ഇതിൻ്റെ അടിയും ഇങ്ങനെ ഗർത്തമാണ്, അത്യഗാധമായ ഗർത്തമാണ്. അതിൻ്റെ അടുത്ത മല അതാണ്. ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ള ഈ സംഭവത്തിൽ അച്യുതാനന്ദൻ സഖാവ് കാണിച്ചത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനത്തിനൊക്കെ എന്ത് ഗ്യാരണ്ടിയുള്ളത്? മല ഇങ്ങനെ ഇടിഞ്ഞു വന്നാൽ ഈ സാധനം മുഴുവൻ പോകത്തില്ലേ? ഇടിഞ്ഞു വരാനുള്ള കാരണം അങ്ങ് ഇടിഞ്ഞു വരികയെന്ന് ആൾക്കാർ പറയണ്ട. ഇത് കണ്ടോ, അതിങ്ങ് പൊട്ടിപ്പോകുന്നതാണ്. ഇതാണ് കേരളത്തിൻ്റെ ടൂറിസം മേഖലയിലുള്ള റിസ്കി താമസങ്ങൾ. ഈ സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ ഗ്യാപ്പ് റോഡ്, ഏറ്റവും മുകളിൽ കാണുന്നത് ഗ്യാപ്പ് റോഡാണ്. മൂന്നാർ ഗ്യാപ്പ് റോഡാണ്. ആ വരയിട്ട് കാണുന്ന ഗ്യാപ്പ് റോഡ്, അത് ഗ്യാപ്പ് റോഡാണ്. ആ ഗ്യാപ്പ് റോഡിൽ നമ്മൾ ബൈസൺ വാലിക്ക് ഇറങ്ങുക. ബൈസൺ വാലിക്ക് ഇറക്കെന്ന് പറഞ്ഞാൽ അവിടെ വെണ്ടയ്ക്ക മുഴുപ്പിൽ എഴുതി വെച്ചിട്ടുണ്ട്, വീട്ടിൽ ആൾ കാത്തിരിക്കുന്നുണ്ട്, നിങ്ങൾ ഈ ഇറക്കം ഇറങ്ങേണ്ടത് ഫസ്റ്റ് ഗിയറിലോ സെക്കൻഡ് ഗിയറിലോ മാത്രമായിരിക്കും എന്ന്. അങ്ങനെയുള്ള ഒരു അതിഭീകരമായ കുന്നിലാണ് ഇത്രയും സംഭവങ്ങൾ പണിത് വെച്ചിരിക്കുന്നത്.